മുൻ വർഷങ്ങളിൽ ന്യൂമാത്സ് എക്സാമിനേഷനിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു കണ്ടിരുന്നു. അതായത് 5,24,176, 5,25,625 എന്നിവ തുടർച്ചയായ രണ്ട് പൂർണ്ണവർഗ സംഖ്യകളാണ്. തൊട്ടടുത്ത പൂർണ്ണവർഗ സംഖ്യ ഏത്? അതായത് രണ്ട് പൂർണ്ണവർഗ സംഖ്യ തന്നിട്ടുണ്ട്, കുറച്ച് വലിയ സംഖ്യകളാണ്. അങ്ങനെയാണ് തൊട്ടടുത്ത പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം? പൂർണ്ണവർഗ സംഖ്യകളുടെ പ്രത്യേകത നോക്കിയാൽ മതിയാവും. അതായത് നമുക്കറിയാം പൂർണ്ണവർഗ സംഖ്യ തുടങ്ങുന്ന 1, പിന്നീട് 4, പിന്നെ 9, പിന്നെ 16, 25 എന്നിങ്ങനെയാണ്. ഇവിടെ സ്ഥാനം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ 1 നിന്ന് 4 ദൂരം എന്ന് പറഞ്ഞാൽ 3 ആണ്. 4 നിന്ന് 9 ദൂരം എത്രയാണ്? 5 എന്ന് പറയാം. 9 നിന്ന് 14 ദൂരം എത്രയാണ്? 7. 14, 27 വ്യത്യാസം എത്രയാണ്? 9. അപ്പൊ ഈ വ്യത്യാസം പ്രത്യേകം നോക്കിയാൽ മനസ്സിലാവും. 3 കഴിഞ്ഞാൽ പിന്നെ, അതായത് 1 നിന്ന് 4 ദൂരം 3 ആണെങ്കിൽ 4 നിന്ന് 9 പിന്നെ 5 ആണ്. അതായത് 3നേക്കാൾ 2 കൂടുതലായിട്ടാണ് വരുന്നത്. അതുപോലെ 9 നിന്ന് 14 ദൂരം എന്ന് പറയുന്നത് 7 ആണ്. അത് 4 നിന്ന് 9 ദൂരത്തേക്കാൾ വീണ്ടും 2 കൂടുതലാണ്. അതുപോലെ 16 നിന്ന് 25 വ്യത്യാസം എന്ന് പറയുന്നത് 9 ആണ്. അത് 9 14 വ്യത്യാസത്തിനേക്കാൾ 2 കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5,24,176, 5,25,625 അടുത്ത സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പൂർണ്ണവർഗ സംഖ്യയുടെ വ്യത്യാസം എത്രയാണെന്ന് കണക്കാക്കാം. വ്യത്യാസം കണക്കാക്കി എന്ത് കിട്ടും? 5,25,625 കുറക്കണം 5,24,176. അപ്പോൾ എത്ര വരുന്നത്? ഇവിടെ 9, 11 കുറച്ച് കഴിഞ്ഞാൽ 4, 5 നിന്ന് കുറച്ചാൽ 4, 5 4 കുറച്ചാൽ 1. അപ്പോൾ 1449 കിട്ടും. അപ്പോൾ ഈ രണ്ട് സംഖ്യയുടെ വ്യത്യാസം 1449 ആണ്. അങ്ങനെയാണെങ്കിൽ 5,25,625 തൊട്ടടുത്ത പൂർണ്ണവർഗത്തിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനേക്കാൾ 2 കൂടുതൽ. അതായത് ഈ 2 കൂട്ടിയാൽ കിട്ടും നമുക്ക് 9, 11, 5, 4, 1 1451 വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ സംഖ്യയേക്കാൾ 1451 അധികമായി വരുന്ന സംഖ്യയായിരിക്കും അടുത്ത പൂർണ്ണവർഗ സംഖ്യ. നമുക്ക് കണ്ടെത്താൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,25,625 കൂടെ 1451 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6, 7, 0, 7, 2, 5 5,27,076 കിട്ടും. അപ്പോൾ അടുത്തത് 5,27,076 ഇതായിരിക്കും അടുത്ത പൂർണ്ണവർഗ സംഖ്യയായിട്ട് വരിക. ഈ രീതിയിലൊന്ന് കണക്കാക്കാൻ വേണ്ടി സാധിക്കും.